ഇത്തവണത്തെ ഓണം ബമ്പറിൻ്റെ ടിക്കറ്റ് വിൽപ്പനയിൽ വലിയ കുതിച്ചുചാട്ടമാണ് കേരളത്തിലുള്ളത്. 75 ലക്ഷം ടിക്കറ്റുകളാണ് ഇതിനോടകം തന്നെ വിറ്റഴിഞ്ഞിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പേ തന്നെ 75 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞു എന്നതാണ് ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന കണക്ക്. കഴിഞ്ഞ തവണ 71.40 ലക്ഷം ടിക്കറ്റുകളായിരുന്നു വിറ്റഴിച്ചതെങ്കിൽ ഈ തവണ നറുക്കെടുപ്പിൻ്റെ 2 ദിവസം മുമ്പാണ് 70 ലക്ഷം ടിക്കറ്റുകൾ വിറ്റഴിച്ചിരിക്കുന്നത്. 20-ാം തീയതി വരെ വിറ്റഴിച്ചത് 70 ലക്ഷം ടിക്കറ്റുകളായിരുന്നു. എന്നാൽ 25 ആവുമ്പോഴേക്കും അത് 75 ലക്ഷമായി. അതായത് ഓരോ ദിവസവും ശരാശരി 1 ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ വിറ്റുപോയിട്ടുള്ളതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ് പോയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. 14,07,100 ടിക്കറ്റുകളാണ് പാലക്കാട് ജില്ലയിൽ നിന്നും വിറ്റ് പോയിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്തുള്ളത് തൃശ്ശൂരാണ്. 9,37,400 ടിക്കറ്റുകളാണ് ഇത്തവണ തൃശ്ശൂരിൽ നിന്നും വിറ്റുപോയിരിക്കുന്നത്. മൂന്നാം സ്ഥാനത്ത് തിരുവനന്തപുരത്താണ്. 8,75,900 ടിക്കറ്റുകളാണ് തിരുവനന്തപുരത്ത് നിന്നും വിറ്റഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒന്നാം സ്ഥാനത്ത് പാലക്കാട്, രണ്ടാം സ്ഥാനത്ത് തൃശ്ശൂർ, മൂന്നാം സ്ഥാനത്ത് തിരുവനന്തപുരം. അങ്ങനെയാണ് ഇത്തവണത്തെ ടിക്കറ്റ് വിൽപ്പന നടത്തിയിരിക്കുന്ന ജില്ലകളുടെ കണക്ക്. ഒന്നാം സമ്മാനം 25 കോടി രൂപയാണ്. എന്തായാലും ആ ഭാഗ്യശാലിയെ അറിയാൻ ഇനി 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ടിക്കറ്റ്, അതായത് നറുക്കെടുപ്പിന് 2 ദിവസം മുമ്പ് വരെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 3.5 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റഴിഞ്ഞിരിക്കുകയാണ്. നറുക്കെടുപ്പിന് അന്ന് ഉച്ചവരെ നമുക്ക് ടിക്കറ്റ് വാങ്ങിക്കാൻ കഴിയും. 27-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ഗോർക്കി ഭവനിലാണ് നറുക്കെടുപ്പ് നടക്കുക. ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലാണ് നറുക്കെടുപ്പ് നിർവഹിക്കുക. മന്ത്രിമാരും MLA-മാരും ഒക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒന്നാം സമ്മാനം നേരത്തെ സൂചിപ്പിച്ച പോലെ 25 കോടി, രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്കാണ് ലഭിക്കുന്നത്. മൂന്നാം സമ്മാനം 50 ലക്ഷം വീതം 20 പേർക്കും, നാലാം സമ്മാനമായി 5 ലക്ഷം രൂപ 10 പരമ്പരകൾക്കും, അഞ്ചാം സമ്മാനമായി 2 ലക്ഷം രൂപ വീതം 10 പരമ്പരകൾക്കും ലഭിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ തന്നെ 5,000-ൻ്റെയും 2,000-ൻ്റെയും 1,000-ൻ്റെയും 500-ൻ്റെയും നിരവധി സമ്മാനങ്ങളും ഈ ടിക്കറ്റിലൂടെ നമുക്ക് ലഭ്യമാകും. 500 രൂപയാണ് ടിക്കറ്റ് വില. എന്തായാലും കഴിഞ്ഞ തവണത്തെ റെക്കോർഡ് ഇത്തവണ മറികടന്നിരിക്കുകയാണ്. ഈ നറുക്കെടുപ്പിൻ്റെ 2 ദിവസം മുമ്പ് തന്നെ ആ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ്. ഇതുവരെ 75 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞിരിക്കുന്നത്. രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.